ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആൻ ഒന്നാമത്തെ പാഠം മുതൽ 6ാമത്തെ പാഠം വരെയുള്ള പാഠങ്ങൾ ഉൾപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൽഹാർ മുത്ലഖ്. എന്താണ് ഇൽഹാർ മുത്ലഖ്? ഓപ്ഷൻ ബുന്യാൻ എന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ത്? നൂനിൻ്റെ ശേഷം അതേ കലിമത്തിൽ ഇദ്ഗാമും ബിയുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇൽഹാർ ചെയ്യൽ നിർബന്ധമായതിനാണ് ഇൽഹാർ മുത്ലഖ് എന്ന് പറയുന്നത്. ഖുർആനിൽ അങ്ങനെ കിൻവാനുൻ, സിൻവാനിൻ, ബുന്യാനുൻ, ദുന്യ ഇങ്ങനെ 4 പദങ്ങളിൽ മാത്രമാണ് ഇൽഹാർ മുത്ലഖ് വന്നത്. അപ്പോൾ അവിടെ ബുന്യാൻ എന്നതാണ് ഇൽഹാർ മുത്ലഖ്. ഇനി അടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് തൻവീനിന് ശേഷം റാ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇദ്ഗാമും ബിലാ ഉന്ന എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യണം. ഇദ്ഗാമും ബിലാ ഉന്ന. അടുത്തതാ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരം. ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരങ്ങൾ നൂന്, വാവ്, മീമ്, യാ. ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരങ്ങൾ നൂന്, വാവ്, മീമ്, യാ. ഇതുപോലെ ഇൽഹാറിൻ്റെതും ഇദ്ഗാം ബിലാ ഉന്നയുടേതും ഇഖ്ലാബിൻ്റെതൊക്കെ പഠിക്കുക. ഇഖ്ഫായിനാണ് 15 ഹർഫുകളുള്ളത്. അപ്പോൾ അത് വരുന്നത് നോക്കിയാൽ മതി. ഇനിയാ 4ാമത്തത് അല്ലാഹു അംബഅതുക്കും മിനൽ അർളി നബാത്ത. ഇവിടെ അംബഅതുക്കും എന്ന നൂനിന് ശേഷം ബാ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇഖ്ലാബാണ്. നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാൻ കഴിയണം. 5ാമത്തത് കിൻവാനുൻ ദാനിയ. കിൻവാനുൻ ദാനിയ എന്നതിൽ ഇൽഹാർ. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ നൂനും വാവും ഒരുമിച്ച് ഒരേ പദത്ത് വന്നിട്ടുണ്ട്, കിൻവാൻ. അപ്പോൾ അവിടെ ഇൽഹാർ എന്നത് ടിക്ക് ചെയ്യാം. അടുത്തതാ പൂരിപ്പിക്കാനാണ്. ദുന്യ എന്നതിലെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. ദുന്യ എന്നതിലെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം എന്ന് എഴുതിയാൽ മതി. അടുത്തതാ അമ്പത്തക്കും. അമ്പത്തക്കും എന്നുള്ളതിൽ എന്നതിലെ സാക്കിനായ നൂനിനെ അവിടെ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് ചെയ്യണം. അടുത്തതാ ഇഖ്ഫായിന് ഡേഷ് അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളാണ്? 15 അക്ഷരങ്ങൾ. ഇഖ്ഫായിന് 15 അക്ഷരങ്ങളുണ്ട്. അടുത്തത് 4ാമത്തത് ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ ഇദ്ഗാമും ബിലാ ഉന്നയുടെ അക്ഷരങ്ങളാണ്. വിട്ട ഭാഗത്ത് ഇദ്ഗാമും ബിലാ ഉന്ന എന്ന് എഴുതാം. അടുത്തത് സാക്കിനായ നൂനിന് ശേഷം അതേ പദത്തിൽ ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്യണം. അടുത്തതാ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ എത്ര? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണം. ബാ ഏതിൻ്റെ അക്ഷരമാണ്? ബാ ഇഖ്ലാബിൻ്റെ അക്ഷരങ്ങൾ. അടുത്തത് ഖാഫ്, സീന്, ഷീന് എന്നിവ ഏതിൻ്റെ അക്ഷരമാണ്? അത് ഇഖ്ഫായിൻ്റെ അക്ഷരത്തിൽപ്പെട്ട 3 അക്ഷരമാണ്. ഇനി നമുക്ക് ചേരുമ്പടി ചേർത്ത് കൊടുക്കണം. മിംബഅദിഹി നൂനിന് ശേഷം ബാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഖ്ലാബ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. പിന്നെ അദാബൻ അലീമ. ബൻ തൻവീന് ശേഷം ഹംസ ഇൽഹാർ. ഇൽഹാർ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. മിമ്മഇൻ നൂനിന് ശേഷം മീമ്. നൂനിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിയുന്ന. ഓപ്ഷൻ ബി. അടുത്തത് ഫിത്നത്തുല്ലദീന. തൻവീന് ശേഷം ലാമ്. തൻവീന് ശേഷം ലാമ്. ഇദ്ഗാമും ബിലാ ഉന്ന. ഇദ്ഗാമും ബിലാ ഉന്ന. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. അടുത്തതാ യൗമൻ സക്കീല. തൻവീന് ശേഷം സാ വന്നു. സാ ഇഖ്ഫാ. ഓപ്ഷൻ എ എഴുതാം. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഓപ്ഷൻ മാറി വരാം.
ഉദാഹരണങ്ങളൊക്കെ മാറി വരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്താൻ കഴിയണം. ഇനി എന്താണ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇദ്ഗാമുൻ ബിഗുന്ന എന്നാൽ എന്ത്? എന്താണ് ഇദ്ഗാമുൻ ബിഗുന്ന? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യാ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. ഇതാണ് ഇദ്ഗാമുൻ ബിഗുന്ന. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യാ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഉന്നത്തോടു കൂടി നൂനിനെയും തൻവീനെയും ഇദ്ഗാം ചെയ്ത് ഓതണം. അടുത്തത് ഇൽഹാർ മുത്ലക്ക് എന്നാൽ എന്ത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ? നൂനിൻ്റെ ശേഷം അതേ കലിമത്തിൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്ത് ഓതണം. ഇതിനാണ് ഇൽഹാർ മുത്ലക്ക് എന്ന് പറയുന്നത്. ഇനി ഇഖ്ഫ എന്നാൽ എന്ത്? ഇഖ്ഫ എന്താണ്? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇഖ്ഫായിൻ്റെ 15 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും മറച്ചു മണിച്ച് ഓതണം. ഇതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. അടുത്തത് ഇഖ്ലാബ് എന്നാൽ എന്ത്? ഇഖ്ലാബ് എന്നാൽ എന്താണ്? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്തുകൊണ്ട് ഓതണം. ഇതാണ് ഇഖ്ലാബ്. അടുത്തത് ഇദ്ഗാം ബിലാ ഉന്ന എന്നാൽ എന്ത്? ഇദ്ഗാം ബിലാ ഉന്ന സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇദ്ഗാം ബിലാ ഉന്നയുടെ അക്ഷരമായ ലാമ്, റാ എന്നീ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇതിന് ഇദ്ഗാമുൻ ബിലാ ഉന്ന എന്ന് പറയുന്നു. ഇനി അക്ഷരങ്ങൾ എഴുതാന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. അടുത്തത് ഇദ്ഗാം ബിഗുന്ന നൂന്, വാവ്, മീമ്, യാ. ഇദ്ഗാം ബിലാ ഉന്ന ലാമ്, റാ. ഇഖ്ലാബിന് ബാ മാത്രം. ഇഖ്ഫാ താ, സാ, ജീമ്, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, ലോദ്, ത്വാ, ലോ, ഫാ, ഖാഫ്, കാഫ്. ഇത്രയും ഹർഫുകളാണ് ഇഖ്ഫായിൻ്റെ ഹർഫുകൾ. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ് മെയിനായിട്ട് ഇതിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 6ാമത്തെ പാഠം വരെ ഈ ചോദ്യപേപ്പർ വെച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഉദാഹരണങ്ങളൊക്കെ വന്നാൽ ഇത് ഇഖ്ഫായിൻ്റെതാണോ ഇദ്ഗാമിൻ്റെതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നൂനും തൻവീനും എന്താണെന്ന് മനസ്സിലാക്കാം. അതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. നൂനും തൻവീനും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ അവർക്ക് പ്രത്യേകം പറഞ്ഞു തരാം. 82 89 89 29 85. 3ാം ക്ലാസ്സാണ്. തജ്വീദ് പഠിച്ച് തുടങ്ങുന്ന ക്ലാസ്സാണ്. 2ാം ക്ലാസ്സിൽ ചെറുതായിട്ടുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് 3ന്നാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ കുറഞ്ഞ ഫീസിൽ ട്യൂഷൻ നൽകുന്നുണ്ട്. ഉപകാരപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.